റോഡ്രിയുടെ സൈനിങ് എന്താണ് ഇതുവരെ നടക്കാത്തത്? വാട്ട് ഈസ് ദ റീസൺ ഇൻ ബിഹൈൻഡ്? പെപ് ഗാർഡിയോള വരെ റെക്കമെൻഡ് ചെയ്തു ബാഴ്സ ചൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് റോഡ്രി ബാഴ്സ ഒരു റയൽ മാഡ്രിഡ് എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയായിരുന്നു. ഹി ജസ്റ്റ് ആസ്ക്ഡ് ഹെൽപ്പ് ഫോർ ഹിസ് ഫോമർ കോച്ച്, സോ ലെജൻഡറി കോച്ചായിട്ടുള്ള പെപ്പിനോട് റെക്കമെൻഡേഷൻ ചോദിച്ചു, അല്ലെങ്കിൽ ആ ഒരു ഹെൽപ്പ് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു നീ ബാഴ്സലോണ ചൂസ് ചെയ്തോ എന്നുള്ള രീതിയിൽ പറഞ്ഞു. ബാഴ്സ തന്നെ റോഡ്രി ചൂസ് ചെയ്തു. ബാഴ്സയിലോട്ട് എന്ത് വില കൊടുത്തും വരാൻ റെഡിയാണ്. പെട്ടി ബാഗൊക്കെ പാക്ക് ചെയ്ത് 2-3 ദിവസമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ബട്ട് ടിൽ നൗ ഇതുവരെ ബാഴ്സ സൈനിങ് ചെയ്തിട്ടില്ല. എന്താണ് അതിൻ്റെ റീസൺ? ഓക്കെ, എൻ്റെ കണ്ടന്റും കാര്യങ്ങളും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തു. ബാഴ്സയെ പോലെ ഒരു ടീം ഒരു പ്ലെയറിനെ കൊതിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ സൈൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടും ബട്ട് സ്റ്റിൽ അവർക്കത് സൈൻ ചെയ്യാൻ പറ്റുന്നില്ല. എന്താ അതിൻ്റെ റീസൺ? നമുക്ക് എല്ലാവർക്കും അറിയാം, ദർ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ, ദർ 1:1 റൂൾ, അതൊരു വലിയ പ്രശ്നമാണ്. പക്ഷേ സ്റ്റിൽ റൊണാൾഡ് അരാഹു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയർ ലിവർപൂളിലോട്ട് ലോണിൽ പോയി. മറ്റേ അരാഹുയുടെ കംപ്ലീറ്റ് സാലറിയും ലിവർപൂൾ എടുക്കാന്ന് പറഞ്ഞു. ബട്ട് സ്റ്റിൽ ഇപ്പോഴും ബാഴ്സക്ക് സൈൻ ചെയ്യാൻ പറ്റുന്നില്ല. വേറൊന്നും റീസൺ, ഫസ്റ്റ് റീസൺ ഇതാണ്. 50 മില്യൺ 45 മില്യൺ പ്ലസ് 5 മില്യൺ പാക്കേജ് ഓൾറെഡി ബാഴ്സ വെച്ചു. പക്ഷെ അത് സിറ്റി റിജക്ട് ചെയ്തു. റോഡ്രിയെ പോലത്തെ ഒരു പ്ലെയറിന് അതിൽ കൂടുതൽ കാശ് വേണം. 80 മില്യൺ ആണ് അവർ ചോദിക്കുന്നത്. പക്ഷേ ഈ ഒരു വീക്കിൽ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള നെഗോസിയേഷൻ, മാൻ ടു നെഗോസിയേഷൻ, മാനേജ്മെന്റ് ടു മാനേജ്മെന്റ് നെഗോസിയേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ ഒരു വീക്കിൽ റോഡ്രിയെ കൺഫേം ആയിട്ടും സൈൻ ചെയ്യും. റോഡ്രി വെർബലി ബാഴ്സലോട് യെസ് പറഞ്ഞു, റയൽ മാഡ്രിഡിനോട് കംപ്ലീറ്റ്ലി നോയും പറഞ്ഞു. ബാഴ്സയിലോട്ട് തന്നെ വരാൻ തന്നെയാണ് പ്ലാൻ. പക്ഷേ ബാഴ്സക്ക് സൈൻ ചെയ്യാൻ അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ഓൾറെഡി ഗോർഡൻ 80 മില്യൺ 90 മില്യണിന് സൈൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ കൂപ്പിയെ പോലത്തെ ഒരു പ്ലെയറിനെ സൈൻ ചെയ്യാൻ നോക്കി അൽവാരസിന്റെ ബാക്കപ്പ് ആയിട്ട്, പക്ഷേ അതും വർക്കായില്ല. പക്ഷെ റോഡ്രി എന്ത് വില കൊടുത്തും സൈൻ ചെയ്യണം എന്നുള്ള പ്ലാനിൽ തന്നെയാണ് അവരുള്ളത്. പക്ഷേ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു വീക്കിൽ നല്ലൊരു കോൺഫിഡൻ്റ് ആണ് എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. ഫാബ്രിസിയോ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അറിയില്ല, ബാഴ്സയുടെ സിറ്റുവേഷൻ അത് പലപ്പോഴും അവർക്ക് ബാക്ക് ഫയർ ചെയ്യാറുണ്ട്. അത് കണ്ടന്റും കാര്യങ്ങളും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്തോ. താങ്ക് യു സോ മച്ച്.